ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ സപ്ലയറിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. സപ്ലയർ ഡീറ്റെയിൽസ് എങ്ങനെ എഡിറ്റ് ചെയ്യാം. സപ്ലയർ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനായിട്ട് രണ്ട് വഴിയുണ്ട്. ബൾക്കായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, 1 by 1 എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് 1 by 1 എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാസ്റ്റർ എൻട്രിയിൽ പോകാം. അതിനുശേഷം സപ്ലയറിനെ സെലക്ട് ചെയ്യുക, സപ്ലയർ ഓപ്ഷൻ, ദെൻ ഗെറ്റ് ഡേറ്റയിൽ ക്ലിക്ക് ചെയ്യുക. ഏത് സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ സപ്ലയറിന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യണോ അതിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്ഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഓരോരോ സപ്ലയറിനെ നമുക്ക് ഗെറ്റ് ഡേറ്റയിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതല്ല, ഇനി ബൾക്കായിട്ട് സപ്ലയർ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റീസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. യൂട്ടിലിറ്റിയിൽ സപ്ലയർ ബൾക്ക് എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. സപ്ലയർ ബൾക്ക് എഡിറ്റ് ഇതൊരു എക്സൽ ഷീറ്റ് പോലെ എല്ലാ സപ്ലയറുടെ ഡീറ്റെയിൽസും ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇതിൽ ഓരോ കോളംസ് എന്തൊക്കെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യുക. ദെൻ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എന്തൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ആ കോളംസ് ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. സെലക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി, സേവ് ആകും. ഓക്കെ, ഇങ്ങനെയാണ് ബൾക്കായിട്ട് സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ വെരി ഈസി. നമുക്ക് സപ്ലയറിൻ്റെ ഡീറ്റെയിൽസ്, കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതേപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.